നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസിലെ സെഷനിലേക്ക് സ്വാഗതം. സ്ക്വയർ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് ആണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. വിൽ സ്ലിം റെവല്യൂഷനൈസ് ലൂണാർ ലാൻഡിംഗ്സ് എന്നാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. സോ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേക്കും. അതേപോലെ തന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും എല്ലാ വർഷവും 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കേണ്ട സ്ലിം എന്നുള്ള ഒരു ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ ബേസിക്കലായി ഡിസ്കസ് ചെയ്യുന്നത്. ലൂണാർ ലാൻഡിംഗ്സ് ഒക്കെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ലൂണാർ ലാൻഡിംഗ്സ് എന്ന് പറയുമ്പോൾ റീസെന്റ് തന്നെ നമ്മുടെ ISROയുടെ ചന്ദ്രയാൻ 3 നമുക്കറിയാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ലൂണാർ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ DNA ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സിമിലർ മാനറുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് സ്ലിം എന്ന് പറയുന്ന ഒരു ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലിം എന്ന് പറയുന്നത് ഒരു ലൂണാർ എക്സ്പ്ലോറേഷൻ തന്നെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ജാപ്പനീസ് സ്പേസ് ഏജൻസി ജെക്സ എന്ന് പറയുന്ന ജാപ്പനീസ് സ്പേസ് ഏജൻസിയുടെ ഒരു എന്താ പറയുക, ഒരു ലൂണാർ മിഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എൻറ്റയർലി ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൂണാർ മിഷൻ കണ്ടക്ട് ചെയ്ത ജാപ്പനീസ് സ്പേസ് ഏജൻസിയും ISROയും കൂടെ ചേർന്നിട്ടാണ് അടുത്ത നമ്മുടെ ലൂണാർ മിഷൻ ബേസിക്കലി വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ലൂണാർ മിഷനെയാണ് നമ്മൾ ചന്ദ്രയാൻ 4 എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. പക്ഷേ അതിന് ഒറിജിനൽ നെയിം കൊടുത്തിരിക്കുന്നത് ചന്ദ്രയാൻ 4 എന്നല്ല, അതിന് ഈ പറഞ്ഞ ലുപ്പെക്സ് എന്നുള്ളതാണ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നുള്ള രീതിയിൽ ലുപ്പെക്സ് എന്നുള്ളതാണ്. ലുപ്പെക്സ് എന്നുള്ളതാണ് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള 4th ലൂണാർ മിഷന്റെ പേര്. അതിന് നമ്മൾ അൺഒഫീഷ്യലി വിളിക്കുന്നതാണ് ചന്ദ്രയാൻ 4 എന്നുള്ളത്. അതിന് വിളിക്കുന്ന പേരാണ് ലുപ്പെക്സ് എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കാം. ഈ ലുപ്പെക്സ് മിഷൻ ബേസിക്കലി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ISRO തന്നെയായിരിക്കത്തില്ല. ISROയും അതേപോലെ ജാപ്പനീസ് സ്പേസ് ഏജൻസിയും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ മിഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു അടുത്ത മിഷന് വേണ്ടിയിട്ട് ISROയുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് സഹകരണം ഉണ്ടാവും, അതേപോലെ തന്നെ ജാപ്പനീസ് സ്പേസ് ഏജൻസിയുടെയും ഒരു ചേർന്നിട്ടുള്ളൊരു മിഷൻ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു മിഷനിലേക്ക് നമുക്ക് ഒരുപാടധികം ഗുണം ചെയ്യുന്നതായിട്ടാണ് ഈ സ്ലിം എന്നുള്ളൊരു ലൂണാർ സ്പേസ് മിഷൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ഇതിനകത്ത് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ ISROയുടെ ലൂണാർ മിഷനും ചന്ദ്രയാൻ 3 ആയിക്കോട്ടെ, അതുമായിട്ടും ഈ ഒരു സ്ലിമ്മിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ രണ്ടും ബേസിക്കലി പോകുന്നത് ലൂണാർ സൗത്ത് പോളിലേക്കാണ്. ചന്ദ്രയാൻ 3 ആണെങ്കിലും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ലൂണാർ സൗത്ത് പോളിലാണ്. അവിടേക്ക് തന്നെയാണ് സ്ലിം എന്നുള്ള ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെയും ജാപ്പനീസ് സ്പേസ് ഏജൻസിയും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ISROയുടെ ഈ ഒരു ചന്ദ്രയാൻ 3 കുറച്ചുകൂടെ എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവ് മീൻസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും ഈ സ്ലിം മിഷനെ കുറിച്ചിട്ട്. കാരണം ഇതിന്റെ ഓവറോൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെറും ഈ പറഞ്ഞ പോലെ 500 അറൌണ്ട് 500 kg 590 കിലോ ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു മിഷന് ബേസിക്കലി വരുന്നുള്ളൂ. ബട്ട് ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോഴേക്കും ഓൾ അറൌണ്ട് 3 to 4 ടൺ 3 മുതൽ 4 ടൺ വെയിറ്റ് വരുന്ന ഒരു മിഷനായിരുന്നു ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത്. അതിന്റെ ഈ പറഞ്ഞ പോലെ ഒരുപാടധികം താഴേക്ക് മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഈ സ്ലിം മിഷനേക്ക് വരുമ്പോഴേക്കും. സ്ലിം മിഷൻ ബേസിക്കലി 590 kg കേട്ടോ. ഇറ്റ് ഈസ് വെയിറ്റഡ് ഓൺലി 590 kg ആണ്. 1/7 ഓഫ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3യുടെ 1/7 മാത്രം വെയിറ്റ് ഉള്ള ഒരു മിഷനാണ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു സ്ലിം എന്നുള്ളൊരു ലൂണാർ മിഷനേക്ക് പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ജാപ്പനീസ് സ്പേസ് ഏജൻസിക്ക് ഇത്രമാത്രം വെയിറ്റ് ഇതിനകത്ത് കുറയ്ക്കാനായിട്ട് സാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ക്യാരി ഓവർ ചെയ്യുന്ന ഫ്യൂവലിന്റെ അളവ് വളരെയധികം കുറവാണ്. ഈവൻ ദോ നമ്മളാണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും ISRO മിഷൻ കമ്പയർ ടു അതർ സ്പേസ് ഏജൻസീസ്, നാസയുടെ ഒക്കെ ആണെങ്കിലും ലൂണാർ സ്പേസ് മിഷനെ കമ്പയർ ചെയ്ത് വളരെയധികം വെയിറ്റ് കുറവായിരുന്നു. കാരണം നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്ന ഫ്യൂവലിന്റെ അളവ് വളരെയധികം കുറവാണ്. കാരണം ആ ഒരു ക്യാരി ഓവർ ചെയ്യുന്ന ഫ്യൂവലിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് അല്ല, മൂണിലേക്ക് നമ്മൾ ഭൂമിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടല്ല പോയത്, പകരം ഒരു സ്ലിംഗ് ഷോട്ട് മെക്കാനിസമാണ്. സ്ലിംഗ് ഷോട്ട് മെക്കാനിസമാണ് നമ്മുടെ ഈ ഒരു സ്പേസ് മിഷനകത്താണ് നമ്മൾ ഉപയോഗിച്ചത്. സ്ലിംഗ് ഷോട്ട് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ ഒരു ചെറിയൊരു നൂലിന്റെ അറ്റത്ത് ഈ പറഞ്ഞ പോലെ ഒരു കല്ല് കെട്ടിയിട്ട് കറക്കി കഴിഞ്ഞാൽ അതൊരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യില്ല. ആ ഒരു മെക്കാനിസമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു മെക്കാനിസത്തിലൂടെ പോയി കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ ഭൂമിയുടെ ഓർബിറ്റിൽ കറങ്ങിയതിന് ശേഷം ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓർബിറ്റ് ഇൻക്രീസ് ചെയ്ത് ഭൂമിയുടെ ഈ പറഞ്ഞ പോലെ എർത്ത് ഗ്രാവിറ്റി നമ്മൾ എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ എർത്തിന്റെ ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മൂണിന്റെ ഗ്രാവിറ്റിയിലേക്ക്, ലൂണാർ ഗ്രാവിറ്റിയിലേക്ക് വരാനായിട്ട് ആ ഒരു പോയ പാത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ത്രസ്റ്റേഴ്സ് ഫയർ ചെയ്തിട്ട് ഇതിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് പതുക്കെ നമ്മൾ മൂണിന്റെ ഈ പറഞ്ഞ പോലെ ലൂണാർ ഗ്രാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്താണ് ഗ്രാജുവലി നമ്മൾ ലൂണാർ സർഫസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് സമയങ്ങളിൽ ഈ ആ ഒരു സ്പേസ് മിഷൻ ചന്ദ്രയാൻ 3D ആണെങ്കിലും ആ ഒരു എഞ്ചിൻ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ത്രൂ ഔട്ട് ദ മിഷൻ എഞ്ചിൻ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് ഫ്യൂവൽ ക്യാരി ഓവർ ചെയ്യേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ആ ഒരു വെയിറ്റ് അത്രത്തോളം തന്നെ 3 to 4 kg 3 to 4 ടൺ ആ ഒരു വെയിറ്റിലേക്ക് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത്.
ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സ്ലിം എന്ന് പറയുന്ന ജാപ്പനീസ് സ്പേസ് ഏജൻസിയുടെ മിഷനകത്ത് ഈവൻ ഫർദർ അവർക്ക് ഫ്യൂവലിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രയാൻ മിഷൻ 1 മന്ത് എടുത്തിട്ടാണ് ലൂണാർ സർഫസിലേക്ക് ചെന്നത്. ജാപ്പനീസ് സ്പേസ് ഏജൻസിയുടെ ഈ മിഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് 4 മന്ത്സ് 4 മാസം എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇവിടേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പാത്താണ്, ഒരു എന്താ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പാത്താണ് ഈ മിഷനായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എർത്തിന്റെ ഗ്രാവിറ്റി മറികടന്ന് പോയതിനു ശേഷം ലൂണാർ ഗ്രാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് എഞ്ചിൻ ത്രസ്റ്റേഴ്സ് റിവേഴ്സ് ആയിട്ട് ഫയർ ചെയ്യിപ്പിച്ചിട്ടാണ് ചന്ദ്രയാൻ 3യുടെ സ്പീഡ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ സ്ലിമിന്റെ മിഷന്റെ കാര്യത്തിലേക്ക് ഇവർ ഈ പറഞ്ഞ പോലെ ത്രസ്റ്റേഴ്സ് വീണ്ടും ഫയർ ചെയ്യുന്നില്ല. ആഫ്റ്റർ ഈ പറഞ്ഞ പോലെ എർത്ത് ഗ്രാവിറ്റി കഴിഞ്ഞതിന് ശേഷം ലൂണാർ ഗ്രാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക എഞ്ചിൻ ത്രസ്റ്റേഴ്സ് ഫയർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. സോ ആ ഫയർ ചെയ്യേണ്ട വന്നിട്ടില്ലാത്ത കാരണം ആ ഒരു മെക്കാനിസമാണ് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ എഞ്ചിൻ ത്രസ്റ്റേഴ്സ് വീണ്ടും ഫയർ ചെയ്യേണ്ടി വരുന്നില്ലാത്ത കാരണമാണ് ഫർദർ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഫ്യൂവലിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുവഴിയാണ് ഏകദേശം 590 കിലോ വെയിറ്റ് മാത്രം വരുന്ന ഒരു മിഷനായിട്ട് ഇതിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലോ കോസ്റ്റ് മിഷനായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷൻ ഒക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ആ മിഷന്റെ കോസ്റ്റിനെ നമുക്ക് ഒരുപാടധികം സഹായിക്കുന്നതാണ്. സോ അങ്ങനെയൊക്കെ ഒരു മിഷനായിട്ട് വിലയിരുത്തപ്പെടുന്നതാണ് ഈ സ്ലിം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെ വന്നിരിക്കുന്നത്, വിൽ സ്ലിം റെവല്യൂഷനൈസ് ലൂണാർ ലാൻഡിങ്സ് എന്നുള്ളൊരു പോയിന്റ്. സോ ഇവിടെ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് ആ ഒരു ലൂണാർ ഗ്രാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ആ ഒരു ടെക്നോളജി ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഈ ലുപ്പെക്സ് മിഷനകത്ത് ജപ്പാനീസ് സ്പേസ് ഏജൻസിയുടെ ഒരു സഹകരണം നമുക്ക് ഉണ്ടാകും. ആ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഒക്കെയാണ് ISRO ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ISRO കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ ആയിട്ടും നമുക്ക് പറയപ്പെടുന്നു. സോ എന്തായാലും ഈ ഒരു വാർത്തയിൽ നിന്നും നമുക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിരിക്കേണ്ടത് സ്ലിം എന്നുള്ള ആ ഒരു സ്പേസ് മിഷൻ ജാപ്പനീസ് സ്പേസ് ഏജൻസീസിനാണെന്നുള്ള ഒരു കാര്യം പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ഈ പറഞ്ഞ ലുപ്പെക്സ് എന്നുള്ളതാണ് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള 4th ലൂണാർ മിഷന്റെ പേരാണ് ലുപ്പെക്സ്. ചന്ദ്രയാൻ 4 എന്നുള്ളത് അൺഒഫീഷ്യലി പറയുന്നതാണ്. അതിന്റെ ഒറിജിനൽ നെയിം ലുപ്പെക്സ് എന്നുള്ളതാണ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നുള്ളതാണ്. ഇത് നമ്മൾ ISROയും ജാപ്പനീസ് സ്പേസ് ഏജൻസിയോട് ചേർന്നിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കും. ഇത്രയും പോയിന്റ് ആണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3-4 ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറെക്കുറെ ഈ പറഞ്ഞ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലായിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് കൂടുതൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തതും ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. സയന്റിസ്റ്റ് ആർ യൂസിങ് ഫ്രൂട്ട് ഫ്ലൈസ് ടു ഫൈൻഡ് ക്ലൂസ് ടു ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ഡിസീസിനെ കുറിച്ചിട്ടാണ്. ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്നുള്ളതാണ്. വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഡിസീസ് കൂടിയാണ്. എന്തായാലും ഈ ഒരു ഡിസീസിന്റെ അതിന്റെ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണത് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് സയന്റിസ്റ്റ് നിലവിൽ ഫ്രൂട്ട് ഫ്ലൈസിനെ ഉപയോഗിക്കുന്ന തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഹണ്ടിങ്ടൺ ഡിസീസ് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ എന്താണ് ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഹെറിറ്റഡ് ഡിസോർഡർ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ഓർത്തിരിക്കുക, ഇതൊരു എന്താ പറയുക ട്രാൻസ്മിറ്റ് ഒരു പാത്തജൻ മുഖാന്തരം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അസുഖം കാര്യങ്ങളല്ല, ഒരു ഇൻഹെറിറ്റൻസിലൂടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ പറഞ്ഞ പോലെ പാസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു ഡിസീസാണ്. ഇൻഹെറിറ്റഡ് ഡിസീസ് ആണ് ബേസിക്കലി ജനറ്റിക് ഡിസോർഡർ എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. ആ പോയിന്റ് പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ട് വരും. ഒരു എന്താ പറയുക ജനറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ആണെന്നുള്ളൊരു പോയിന്റ് കേട്ടോ. ജനറ്റിക് ഡിസോർഡർ ആണെന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിച്ചേക്കാം. ഇനി ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസോർഡർ മൂലം വരുന്ന പറഞ്ഞാൽ ദാറ്റ് ക്യാൻ കോസ് നെർവ് സെൽസ് ഇൻ പാർട്സ് ഓഫ് ബ്രെയിൻ ടു ഗ്രാജുവലി ബ്രേക്ക് ഡൗൺ ആൻഡ് ഡൈ. അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആളുകൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. നിലവിലെ കണ്ടീഷൻ പ്രകാരം വളരെയധികം കുറവാണ്. കാരണം അത് ഈ അസുഖത്തെക്കുറിച്ച് പഠിച്ചു വരുന്നോളും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നെർവ് സെൽസ് ഈ പറഞ്ഞ പോലെ ഡൈ ചെയ്ത് പോകുന്നതിന്റെ പ്രശ്നത്തോണ്ടാണ് 30 to 40 30 മുതൽ 40 വയസ്സ് കഴിയുമ്പോഴേക്കാണ് ഈ അസുഖം അതിന്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തിച്ചേരുകയും അതിനുശേഷം ആളുകൾ മരണമടയുന്ന ഒരു പ്രശ്നം നിലവിൽ കണ്ടുവരുന്നുണ്ട്. സോ പീപ്പിൾ ലിവിംഗ് വിത്ത് HD അഥവാ ഈ പറഞ്ഞ പോലെ ഹണ്ടിങ്ടൺ ഡിസീസ് ഡെവലപ്പ് അൺകൺട്രോളബിൾ ഡാൻസ് ലൈക്ക് മൂവ്മെന്റ്സ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ നെർവ്സിന് ഇവർക്ക് ഒരു പരിധി കഴിയുമ്പോഴേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ 30-40 വയസ്സാകുമ്പോഴാണ് ഈ അസുഖം അതിന്റെ ഒരു പീക്ക് സ്റ്റേജിൽ എത്തും നമ്മൾ പറഞ്ഞു. ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ നെർവ് സെൽസ് പതുക്കെ പതുക്കെ ഡൈ ചെയ്ത് പോകുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ മൂവ്മെന്റ്സ് ഒന്നും തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബോഡി മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് നോർമലി ചെയ്യാനായിട്ട് സാധിച്ചിരിക്കത്തില്ല. കാരണം ഈ നെർവിന്റെ മൂവ്മെന്റ്സ് ആണ് പൊതുവെ ഈ പറഞ്ഞ പോലെ ഹാൻഡ് മൂവ്മെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ അങ്ങനെയുള്ള ബോഡി മൂവ്മെന്റ്സുകളൊക്കെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ ലോ ഡൗൺ ആവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പിന്നെ അൺകൺട്രോളബിൾ മൂവ്മെന്റ്സും ഇതിനകത്ത് വന്നു പോകാറുണ്ട്. അൺകൺട്രോൾഡ് മൂവ്മെന്റ്സ് ലൈക്ക് പേഴ്സൺസ് ഫിംഗർ, ഫീറ്റ്, ഫേസ് എക്സെട്ര ടോസ് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സുകളൊക്കെ ഈ പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഗെറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതയും ഈ ഒരു അസുഖത്തിന്റെ ഫലമായിട്ട് പറയാറുള്ളതാണ്. സോ എന്തായാലും ഇത് മിഡിൽ ഏജ്ഡ് പീപ്പിളിലേക്ക് വരുമ്പോഴേക്കുമാണ് ഇത് കൂടുതൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് 30 മുതൽ 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ പ്രശ്നങ്ങൾ പതുക്കെ കണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ദേ ക്യാൻ ഓൾസോ അപ്പിയർ ഇൻ ചിൽഡ്രനിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ ഇത് കാണാറുണ്ട്. പക്ഷെ അത് കുട്ടികളിൽ വളരെ റെയർ ആണ്.
ഡിസീസ് ഗെറ്റ്സ് വേഴ്സ് ഓവർ ടൈം. കുട്ടികളിലത് അതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ പതുക്കെ കണ്ടുവരാറില്ല. കണ്ടുവരുന്നത് തുടങ്ങുന്ന ഈ പറഞ്ഞ പോലെ ഒരു അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. 30 മുതൽ 40 വയസ്സിലേക്ക് എത്തുമ്പോഴാണ് പതുക്കെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന് തുടങ്ങുന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട പ്രിലിംസിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതൊരു ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണെന്നുള്ളൊരു പോയിന്റാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ജനറ്റിക് ഡിസോർഡർ ഡിസീസ് ആണ്, അല്ലാണ്ട് ഒരു പാത്തജൻ മുഖാന്തരം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതല്ല എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാർത്തയിൽ നമുക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആർട്ടിക്കിളാണ് അമോണിയ ലീക്ക് ഫ്രം പൈപ്പ് ലൈൻ ട്രിഗേഴ്സ് സ്കെയർ അറ്റ് നൈറ്റ് 52 അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ചെന്നൈയിലും ഒരു ഈ പറഞ്ഞ പോലെ അമോണിയ ഗ്യാസ് ലീക്ക് ബേസിക്കലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിളാണ് ഫസ്റ്റ് ഓഫ് ഓൾ അമോണിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇറ്റ് ഇസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഇസ് ഫൗണ്ട് ഇൻ സോയിൽ, എയർ ആൻഡ് വാട്ടർ. അപ്പോൾ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. കാരണം ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് തീർച്ചയായിട്ടും